ഞാനൊരു ഒന്നാം തരം ഫിലോസഫറായിരുന്നു. ആ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ചിന്താമണ്ഡലം കൂടി ഇന്നേ വരെ സോക്രട്ടീസിനെ വെല്ലുന്ന തത്വജ്ഞാനം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ ഞാൻ മനസ്സിലാക്കിയടാ ഇത് വേറെ ശക്തിയിൽ നിന്ന് വരുന്ന. കാരണം മാനുഷികമായിരിക്കുന്ന ശക്തിയിൽ നല്ലതുണ്ടായത്. ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതിനപ്പുറത്തെ അളവായി തത്വജ്ഞാനം. അത് പക്ഷെ വേറൊരു സ്പിരിറ്റാണ്. നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞാൽ ഈ ബൈബിൾ എഴുതാൻ ഒരു മനുഷ്യന് പറ്റത്തില്ല. അത് ഈ സകല രഹസ്യങ്ങളും ഉള്ള ഒരുവൻ നമ്മുടെ ഉള്ളത്തിൽ വന്നിരുന്നാൽ മാത്രം ഇത് എഴുതാനൊക്കത്തുള്ളൂ. ശരിയല്ലേ? അല്ല ഈ പ്രവചനം എങ്ങനെ വരുന്നത്? ലോകം അവസാനിക്കുന്നതിനെ പറ്റിയും ലോകാവസാനത്തിന് ശേഷമുള്ള കാര്യവും മനുഷ്യന്റെ ഉൽപ്പത്തി എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ഉള്ളത്തിൽ വന്നുകൊണ്ടാണ്, ആ ആത്മാവിലാണ് പരിശുദ്ധാത്മാവിലാണ് ബൈബിൾ എഴുതുക. ഭഗവത്ഗീത, രാമായണം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇതൊന്നും എഴുതാനൊക്കത്തില്ല. അപ്പൊ ഇതിനകത്തും വേറൊരു സ്പിരിറ്റ് വേണം. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനാണെങ്കിൽ മറ്റേതാത്മാവില്ല, മറ്റവന്റെ ആത്മാവല്ലേ. അതുകൊണ്ടാണ് അത് അമാനുഷികമാണ്. അത് അമാനുഷികമാണ്, ഇതും അമാനുഷികം. പക്ഷെ ഒന്ന് നമ്മളെ ജീവനിലേക്കും ഒന്ന് നമ്മളെ നാശത്തിലേക്കും കൊണ്ടുവന്നു ദുഷ്ടാത്മാവല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവിൽ മാത്രമേ ബൈബിൾ രചിക്കാൻ പറ്റത്തുള്ളൂ. വേറൊരു ആത്മാവിൽ മാത്രമേ ഭഗവത്ഗീത രചിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ജീവനെ തരാനില്ല, ഉപദേശങ്ങളേ ഉള്ളൂ. അത് നമ്മളെ രക്ഷിക്കത്തില്ല, നമ്മുടെ വിശപ്പ് മാറത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ല, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ കഴിയാത്ത നിങ്ങളുടെ പ്രയത്നബലവും ചെലവെടുത്തത് ഇതിൽ. അപ്പം ലോകത്തിന്റെ ഈ ബൈബിൾ ഒഴികെ ലോകത്തുള്ള സകല പുസ്തകങ്ങളും സകല തത്വജ്ഞാനങ്ങളും ഈ നമുക്ക് വൈകാരികമായിരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാക്കാന്നുള്ളതിനപ്പുറം ആത്മാവിൽ ശുദ്ധി ചെയ്യാനോ ആത്മാവിൽ സന്തോഷം തരുവാനോ തൃപ്തി വരുത്താനോ കഴിയുന്നത്.